കഥ തുടരുന്നു. തോമസ് ജോണിന്റെ ഓരോ ഭാവവും വളരെ ശ്രദ്ധയോടെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു SP അമരൻ. അയാൾ ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിച്ചു. ആലീസ് യോഹന്നാൻ എന്നൊരു പെൺകുട്ടിയെ അറിയുമോ? ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന കുട്ടിയല്ല, മരിച്ചുപോയി. ആരോ കൊന്നതാണ് അവളെ. 30 വർഷങ്ങൾക്ക് പിന്നിൽ നടന്ന കഥയാണിത്. തോമസ് ജോൺ വിയർക്കാൻ തുടങ്ങിയിരുന്നു. അമരൻ തുടർന്നു. ഓർമ്മകളിൽ എവിടെയെങ്കിലും അങ്ങനെയൊരു പേര് ഒളിഞ്ഞു കിടപ്പുണ്ടോ? സാവധാനം ചിന്തിച്ച് പറഞ്ഞാൽ മതി. താൻ അഗ്നികുണ്ഡത്തിന് മുകളിലാണിരിക്കുന്നതെന്ന് തോമസ് ജോണിന് തോന്നി. ദയനീയ ഭാവത്തിൽ അയാൾ ഭാര്യയെ നോക്കി. ത്രേസ്യാമ്മയ്ക്ക് ഒന്നും മനസ്സിലായില്ല. തോമസ് ജോൺ SP അമരന്റെ നോട്ടം തെറ്റിച്ചു. പിന്നെ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു, ഇല്ല സാർ, എനിക്ക് അങ്ങനെ ഒരു പെൺകുട്ടി അറിയില്ല. ആ മുഖഭാവത്തിൽ നിന്ന് തന്നെ പക്ഷേ തോമസ് ജോൺ പറയുന്നത് കള്ളമാണെന്ന് മനസ്സിലാകുമായിരുന്നു. ശരി. അമരൻ എണീറ്റു. വാതിൽക്കലെത്തിയപ്പോൾ തോമസ് ജോൺ പതിയെ ചോദിച്ചു, ഇപ്പോൾ എവിടെ നിന്ന് കിട്ടി സാർ ഈ ഒരു പേര്? എന്താണിപ്പോൾ അവളെക്കുറിച്ച് തിരക്കുന്നത്? തോമസ് ജോണിന്റെ കണ്ണുകളിലേക്ക് തറച്ചു നോക്കിക്കൊണ്ട് SP പറഞ്ഞു, 30 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണെങ്കിലും അതൊരു കൊലപാതകമായതിനാൽ കുറ്റവാളിയെ ഇപ്പോൾ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാം. എനിക്ക് കൊലയാളികളെക്കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടിക്കഴിഞ്ഞു. വെറുതെ അങ്ങനെ പറഞ്ഞതാണെങ്കിലും തലയ്ക്ക് മുകളിൽ ഒരു ബോംബ് വീണതുപോലെ തോമസ് ജോൺ ഞെട്ടിവിറയ്ക്കുന്നത് അമരൻ കണ്ടു. അയാൾക്ക് പിന്നെയും എന്തോ സംസാരിക്കാനുണ്ടെന്ന് കണ്ട് അതിനുള്ള അവസരം നൽകാതെ അമരൻ നടന്നുപോയി. തോമസ് ജോൺ വിവശനായി കട്ടിലിരുന്നു. എന്തുപറ്റി? ത്രേസ്യാമ്മ തിരക്കി. അയാൾ ഉത്തരം പറയാൻ കഴിയാതെ ഭാര്യയെ തുറച്ചു നോക്കി. അവർ ചോദിച്ചു, നിങ്ങൾക്ക് ആ പെങ്കൊച്ചിനെ അറിയാമായിരുന്നോ? അയാളിൽ അടുത്ത നടുക്കം. പക്ഷേ ഭാര്യയിൽ നിന്നും അത് ഒളിക്കുവാൻ അയാൾ പാടുപെട്ടു. എന്താ നീ അങ്ങനെ ചോദിച്ചത്? അല്ല, ആ പോലീസ് ഓഫീസർ അങ്ങനെ ചോദിച്ചതിന് ശേഷം നിങ്ങൾക്ക് എന്തോ ഒരു മാറ്റം പോലെ. എനിക്കോ? തോമസ് ജോൺ ചിരിക്കാൻ ശ്രമിച്ചു. പക്ഷേ അത് വിഫലമായതേയുള്ളൂ. തോമസ് ജോൺ ആശുപത്രിയിൽ നിന്നിറങ്ങി കാറിൽ നേരെ പോയത് ബാറിലേക്കാണ്. കാതുകൾക്ക് ചുറ്റും SP അമരന്റെ ശബ്ദം വട്ടം ചുറ്റിയടിക്കുകയായിരുന്നു. ആലീസ് യോഹന്നാൻ. വർഷങ്ങളുടെ പിന്നിൽ മണ്ണടിഞ്ഞു പോയ പേര്. വീണ്ടും അത് മനസ്സിലേക്ക് വന്നത് ആ കല്ലറ കണ്ടപ്പോഴാണ്. എന്നാൽ SP ചോദിച്ചപ്പോൾ മുതൽ ഹൃദയമാകെ വീണ്ടുകീറുന്നു. തങ്ങൾ 4 പേർക്കു മാത്രം അറിയാവുന്ന ഒരു രഹസ്യം. ബാറിലെ ഒഴിഞ്ഞ മൂലയിൽ ഒറ്റയ്ക്കിരുന്ന മദ്യം മോതുമ്പോഴും മനസ്സിൽ അവളായിരുന്നു, ആലീസ് യോഹന്നാൻ. കാലഹരണപ്പെട്ടുപോയ ഒരു സംഭവത്തിൻ്റെ പേരിൽ ഇനിയൊരു അറസ്റ്റ് ഉണ്ടായാൽ? ഇല്ല, അതേക്കുറിച്ച് ചിന്തിക്കാൻ പോലും ആവില്ല. കഴിക്കുന്ന മദ്യത്തിന് വീര്യം പോരെന്ന് തോമസ് ജോണിന് ജീവിതത്തിൽ ആദ്യമായി തോന്നി. വീണ്ടും വീണ്ടും അയാൾ ഓർഡർ കൊടുത്തുകൊണ്ടിരുന്നു. നിമിഷങ്ങൾ മരിച്ചു വീണു. മനസ്സിൽ ഒരു കൊച്ചു പെൺകുട്ടിയുടെ മുഖം നിറഞ്ഞു നിന്നു. ആലീസ് യോഹന്നാൻ. ഏത് അഭിശപ്ത നിമിഷത്തിലാണ് തങ്ങൾക്ക് അങ്ങനെയൊരു വിചാരം ഉണ്ടായത്? അതിനുത്തരം കണ്ടെത്താൻ തോമസ് ജോണിന് കഴിഞ്ഞില്ല. 30 വർഷങ്ങൾക്ക് മുമ്പ്. പക്ഷേ ഇന്നലെ കഴിഞ്ഞതുപോലെ മനസ്സിൽ രൂപങ്ങൾ തെളിയുന്നു. നാട്ടിൽ നിന്നാൽ യാതൊരു പ്രയോജനവുമില്ലെന്ന് തോന്നിയപ്പോഴാണ് ഉറ്റ സുഹൃത്തുക്കളായിരുന്ന തോമസ് ജോണും റാംശങ്കറും സൈമണും അബ്ദുൽ ഗഫൂറും കൂടി ഒരു തീരുമാനമെടുത്തത്. നമുക്ക് ഇതെല്ലാം വിറ്റുപെറുക്കി കിഴക്കൻ മലയിൽ എങ്ങാനും പോകാം. രണ്ടാമതൊന്നുകൂടി ചിന്തിക്കാതെ ആ തീരുമാനം ഉറപ്പിക്കുകയായിരുന്നു. നാട്ടിലേത് കച്ചവടമാക്കിയിട്ട് അവർ 4 പേരും കൂടി ഭൂമി വാങ്ങുവാൻ കിഴക്കൻ നാട്ടിലേക്ക് തിരിച്ചു. നടന്നു വേണം പോകാൻ. റോഡെന്ന് പറയാനും പേരിന് മാത്രമേ ഉള്ളൂ. അവർ കുറച്ചു ദൂരം നടക്കും, വിശ്രമിക്കും, വൈകിട്ട് ഏതെങ്കിലും വീട്ടിൽ തങ്ങും. അങ്ങനെ വരുന്ന അവസരത്തിലാണ് യോഹന്നാൻ പരിചയപ്പെട്ടത്. അന്ന് രാത്രി അവിടെ തങ്ങാൻ യോഹന്നാൻ തന്നെയാണ് അവരെ നിർബന്ധിച്ചത്. അങ്ങനെയാകാമെന്ന് അവരും കരുതി യോഹന്നാൻ്റെ വീട്ടിലെത്തി. ഇനിയും യൗവനം ഉടയാത്ത മതാലസ ഭാവമുള്ള സ്ത്രീയായിരുന്നു യോഹന്നാൻ്റെ ഭാര്യ മേരി. ഒരേ ഒരു മകൾ, നിറയൗവനത്തിൻ്റെ പടിവാതിൽക്കൽ നിൽക്കുന്ന സുന്ദരി ആലീസ്. ചെറുപ്പക്കാരായ തോമസ് ജോണിൻ്റെയും മറ്റും കണ്ണുകൾ അവളുടെ നിറഞ്ഞ മാറിടങ്ങളിലും വിരിഞ്ഞ അരക്കെട്ടിലും പതിഞ്ഞില്ലെങ്കിലേ അത്ഭുതപ്പെടാനുണ്ടായിരുന്നുള്ളൂ. രാത്രിയായി. യോഹന്നാൻ നാടൻ തോക്കുമായി ഇറങ്ങി. ചുറ്റുപാടും വനമാണ്. അധികം വൈകും മുമ്പ് അയാൾ ഒരു ചെറിയ മാനിനെ വെടിവെച്ചു കൊണ്ടുവന്നു. മേരി വളരെ രുചികരമായ രീതിയിൽ അതിനെ പാചകം ചെയ്തു. അത്താഴത്തിനിരിക്കുമ്പോൾ ഇറച്ചിക്കൊപ്പം 4-5 കുപ്പി നാടൻ ചാരായവും യോഹന്നാൻ എടുത്തുവച്ചു. ആലീസാണ് തറയിലിരുന്ന അവർക്ക് ഭക്ഷണം വിളമ്പിയത്. കഴുത്ത് താഴ്ത്തി ഇറക്കി വെട്ടിയ ബ്ലൗസിനുള്ളിലെ മുഴുത്ത മാറിടങ്ങൾ അപ്പോൾ ഒട്ടുമുക്കാലും അവർ കണ്ടു. രക്തത്തിന് ചൂട് പിടിക്കുവാൻ ഇതിൽ കൂടുതൽ എന്തു വേണം? ഗ്ലാസുകളിൽ മദ്യം വീണ്ടും വീണ്ടും നിറഞ്ഞുകൊണ്ടിരുന്നു. യോഹന്നാനും അതിഥികളും നല്ല ഫോമിലായി. ഒരു മുറിയും അടുക്കളയും വരാന്തയുമുള്ള വീടായിരുന്നു യോഹന്നാൻ്റേത്. അതിഥികൾക്ക് വരാന്തയിൽ അയാൾ പായ് വിരിച്ചു കൊടുത്തു. പിന്നെ വേച്ചു പോകുന്ന കാലടികളോടെ അകത്തേക്ക് പോയി. മേരിയുടെ സൗന്ദര്യം 4 പേരുടെയും മനസ്സിൽ കിടന്ന് തിളയ്ക്കുകയായിരുന്നു. ഒന്ന് മുട്ടി നോക്കിയാലോ? റാംശങ്കറാണ് തിരക്കിയത്. ഞാനും ഇതങ്ങോട്ട് പറയുവാൻ ഭാവിക്കുകയായിരുന്നു, തോമസ് ജോണും പറഞ്ഞു. മഴ ചാരി തുടങ്ങി. അകത്ത് യോഹന്നാൻ്റെ കൂർക്കം വലി കേട്ടു. അവർ 4 പേരും എണീറ്റു. വാതിൽ ഓല കൊണ്ടുള്ള ഒരു മറയാണ്. കത്തികൊണ്ടവർ അതിൻ്റെ കെട്ടറുത്തു മാറ്റി. മഴ ശക്തി പ്രാപിക്കുകയാണ്. അവർ ശബ്ദമുണ്ടാക്കാതെ അകത്തേക്ക് കയറി. തീപ്പെട്ടി ഉരച്ച് മേരി കിടക്കുന്നിടം കണ്ടുപിടിച്ചു. മലർന്ന് കിടക്കുകയാണവൾ. ഉറക്കത്തിൽ അറിയാതെ അവളുടെ ഉടുമുണ്ട് മുകളിലേക്ക് മാറിക്കിടന്നിരുന്നു. വെളുത്ത മുഴുത്ത തുടകൾ ഒരു നിമിഷം അവർ കണ്ടു. തോമസ് ജോൺ പതിയെ അവൾക്കരികിലിരുന്നു. കൈകൾ തുടകളിലൂടെ മുകളിലേക്ക് അരിച്ചു കയറി. ഇരുളിൽ പൊടുന്നനെ പേടിച്ചരണ്ട ഒരു നിലവിളി ഉയർന്നു. മേരി കുതറി എണീറ്റ് വിളക്ക് തെളിച്ചു. കാമാർത്തി പൂണ്ട തോമസ് ജോൺ. മേരി രക്ഷപ്പെടാൻ ആവത് ശ്രമിച്ചു. പക്ഷേ പിന്നിൽ നിന്ന് അബ്ദുൽ ഗഫൂറും സൈമണും അവളെ പിടിച്ചു കഴിഞ്ഞിരുന്നു.
നിമിഷങ്ങൾക്കുള്ളിൽ മേരിയുടെ ഉടുമുണ്ട് അഴിഞ്ഞു വീണു. അതിനിടയിൽ അവൾക്ക് മറ്റു വസ്ത്രമൊന്നും ഇല്ലായിരുന്നു. ഇരുവരും കൂടി അവളെ തറയിലേക്ക് അമർത്തി. ആകെ ബഹളം. ശബ്ദം കേട്ട് മകൾ ആലീസും അവരെ എതിരിടാൻ ശ്രമിച്ചു. സൈമൺ അവളെ തറയിൽ പിടിച്ചു കിടത്തി. സ്ത്രീകളുടെ നിലവിളി മഴയുടെ ശബ്ദത്തിൽ ലയിച്ചു ചേർന്നു. എങ്കിലും അടുത്തുള്ള വീടുകളുള്ള പലരും ഈ ബഹളം കേട്ടു. അവരാരും പക്ഷേ ഇറങ്ങി വന്നില്ല. കാരണം യോഹന്നാൻ അവരെയൊക്കെ തെറിവിളിക്കുകയും അവരുമായി അടിപിടി കൂടുകയുമൊക്കെ ചെയ്യുന്നത് നിത്യസംഭവമായിരുന്നു. മദ്യത്തിൻ്റെ പിടിയിൽ പൂർണ്ണമായും അമർന്നിരുന്ന യോഹന്നാനും ഉണർന്നു. കണ്ണ് ചിമ്മിത്തുറന്ന് അയാൾ കണ്ടത് തൻ്റെ ഭാര്യയെയും മകളെയും അവർ നശിപ്പിക്കുന്നതാണ്. തലയിണയുടെ അടിയിൽ നിന്നും കടാര എടുത്തുകൊണ്ടാണ് യോഹന്നാൻ ചാടി എണീറ്റത്. പക്ഷേ കരുതലോടെ നിന്നിരുന്ന രാംശങ്കർ അയാളെ കിടക്കയിലേക്ക് ചവിട്ടി വീഴ്ത്തി. വീണ്ടും ചാടിയെണീറ്റ അയാൾ കടാര ആഞ്ഞുവീശി. രാംശങ്കർ ഒഴിഞ്ഞു മാറുന്നതിനിടയിൽ തൻ്റെ അരയിൽ നിന്നും കത്തി വലിച്ചൂരി. നിമിഷങ്ങൾക്കുള്ളിൽ മഴയുടെ ശബ്ദത്തെ പിളർത്തിക്കൊണ്ട് ഒരലർച്ച ഉയർന്നു. മുറിക്കുള്ളിൽ ചോരത്തുള്ളികൾ ചിതറി. മുറിക്കുള്ളിൽ ഒരു നിമിഷത്തെ മൗനം. തറയിൽ കിടന്ന് ആക്രമിക്കപ്പെടുന്നതിനിടയിലും മേരിയും ആലീസും അത് കണ്ടു. യോഹന്നാൻ്റെ ശബ്ദം ഇടയ്ക്ക് വെച്ച് മുറിഞ്ഞിരിക്കുന്നു. അയാളുടെ വയറ്റിലേക്ക് കുത്തിക്കയറ്റിയ കത്തി ഒന്ന് തിരിച്ചിട്ട് വലിച്ചൂരുകയായിരുന്നു അപ്പോൾ രാംശങ്കർ. പൈപ്പ് പൊട്ടി വെള്ളം ഒഴുകുന്നതുപോലെ ചോര ചീറ്റി. യോഹന്നാൻ കാലുകൾ വേച്ച് പിന്നോട്ട് മലർന്നു. തറയിൽ കിടന്ന് ഒന്നുകൂടി പിടഞ്ഞു. ആ ശരീരം അതോടെ നിശ്ചലമായി. വയറ്റിലെ വലിയ മുറിവിലൂടെ കുടൽമാല അപ്പോൾ പുറത്തേക്ക് വരികയായിരുന്നു. അയാളുടെ കയ്യിലിരുന്ന കടാര പിടിവിട്ടു വീണത് മേരിയുടെ അരികിലായിരുന്നു. അവൾ അതെടുത്തു. എൻ്റെ ഭർത്താവിനെ നീയൊക്കെ കൊന്നു അല്ലേടാ പട്ടികളെ! മേരി ആഞ്ഞുകുത്തി. കിതപ്പോടെ അവളിലേക്ക് വീണ്ടും വീണ്ടും അമരുകയായിരുന്ന അബ്ദുൽ ഗഫൂറിൻ്റെ തോളിൽ അത് തറഞ്ഞു. ഉമ്മാ! നിലവിളിയോടയാൾ പിടിവിട്ട് കുതിച്ചെണീറ്റു. താൻ വിവസ്ത്രയാണെന്നത് വിസ്മരിച്ച് ഒരു പെൺപുലിയെപ്പോലെ മേരിയും എണീറ്റ് കടാര വീശി. ഗഫൂറും രാംശങ്കറും ഒഴിഞ്ഞുമാറി. ഒരു കൊലപാതകം ചെയ്തിട്ട് നിൽക്കുകയായിരുന്ന രാംശങ്കറുടെ കത്തി ഒരിക്കൽ കൂടി ഉയർന്നു താണു. പിന്നിലൂടെ അത് മേരിയുടെ വാരിയലുകൾക്കിടയിലേക്ക് തുളഞ്ഞു കയറി. മോളെ! മേരി ഒന്നലറി. ഭർത്താവിൻ്റെ ശരീരത്തിലേക്ക് തന്നെ മേരിയും വീണു. തോമസ് ജോണിനെ തള്ളിമാറ്റി ആലീസ് ചാടി എണീറ്റു. ഇവർ തന്നെയും കൊല്ലുമെന്ന് അവൾക്ക് തോന്നി. പിന്നെ ഒന്നും ചിന്തിക്കാതെ അവൾ ആർത്തലച്ച് പെയ്യുന്ന മഴയിലേക്ക് ചാടി. തോമസേ, വിടരുതവളെ! രാംശങ്കർ വിളിച്ചു പറഞ്ഞു. ഒപ്പം അവർ അവളുടെ പിന്നാലെ പാഞ്ഞു. തൻ്റെ തോളിലെ മുറിവ് കാര്യമാക്കാതെ അബ്ദുൽ ഗഫൂറും സൈമണും മഴയത്തേക്ക് കുതിച്ചു. ഇടയ്ക്കിടെ ഉണ്ടാകുന്ന മിന്നലിൻ്റെ വെളിച്ചത്തിൽ അവൾ ഓടിയകലുന്നത് കാണാമായിരുന്നു. അവസാനം ആലീസ് കുറ്റിക്കാടുകൾക്കടുത്തെത്തി. ചാഞ്ഞു കിടന്നിരുന്ന കുറ്റിക്കാട്ടിൽ തട്ടി അവൾ കമിഴ്ന്നു വീണു. അവിടെ നിന്ന് എഴുന്നേൽക്കും മുമ്പ് സൈമണും അവളുടെ മുകളിലേക്ക് മറിഞ്ഞു കഴിഞ്ഞിരുന്നു. ആലീസിന് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. മറ്റുള്ള 3 പേർ കൂടി ചേർന്ന് അവളെ തറയിലേക്ക് പിടിച്ചമർത്തി. 4 പേരും അവളെ വേണ്ടുവോളം ഉപയോഗിച്ചു. മഴ അപ്പോഴും ശമിച്ചിരുന്നില്ല. ഇവളെ ജീവനോടെ വിട്ടാൽ കുഴപ്പമാ, രാംശങ്കർ പറഞ്ഞു. നമ്മുടെ ഊരും പേരുമെല്ലാം അറിയാവുന്ന ഇവൾ ബാക്കിയാവരുത്. അത് കേൾക്കാത്ത താമസം തോമസ് ജോണിൻ്റെ കൈകൾ അവളുടെ കഴുത്തിൽ അമർന്നു. തളർന്ന് അർദ്ധ അബോധാവസ്ഥയിൽ കിടന്നിരുന്ന ആലിസിൽ നിന്നും ദുർബലമായ എതിർപ്പേ ഉണ്ടായുള്ളൂ. ആ ശരീരത്തിൻ്റെയും ചലനം നിലച്ചു. ഇനി അവിടെ തങ്ങുന്നത് അപകടമാണെന്ന് കരുതി രാത്രി തന്നെ അവർ അവിടെ വിട്ടു. സാർ, സാർ! ബൈററുടെ ശബ്ദമാണ് തോമസ് ജോണിനെ ചിന്തയിൽ നിന്ന് ഉയർത്തിയത്. ഇനി എന്തെങ്കിലും വേണോ സാർ? ഒരു ലാർജ് കൂടി. സാർ! അവൻ പോയി. തോമസ് ജോൺ അപ്പോഴും ആലീസിനെക്കുറിച്ച് ചിന്തിച്ചു. 30 വർഷങ്ങൾക്ക് ശേഷം അവളെക്കുറിച്ച് SP അമരൻ അന്വേഷിക്കണമെങ്കിൽ അതിന് പിന്നിൽ തക്കതായ കാരണം ഉണ്ടായിരിക്കും. തീർച്ച. ബെയറർ മദ്യം കൊണ്ടുവന്നു വെച്ചു. SP അമരൻ തുടരെ സിഗരറ്റുകൾ പുകച്ചു തള്ളി. നേരെ സന്ധ്യയായിരിക്കുന്നു. എന്ത് ചെയ്യണമെന്ന യാതൊരു ഊഹവും കിട്ടിയിട്ടില്ല ഇതുവരെ. ഈ രാത്രിയിൽ അവൻ്റെ പുതിയ ഇര ആരായിരിക്കും? ഒരു കാര്യം ഉറപ്പാണ്. തോമസ് ജോണിന് ആലീസ് യോഹന്നാനെ അറിയാം. അവളുടെ കൊലപാതകത്തിൽ അയാൾക്കും പങ്കുണ്ട്. അത് തീർച്ച. SP അസ്വസ്ഥനായിരുന്നു. ഈ കൊലപാതകങ്ങളെല്ലാം ആലീസ് യോഹന്നാൻ്റെ പ്രേതത്തിൽ കെട്ടിവെച്ചിട്ട് തനിക്ക് ഫയൽ മുടക്കാനാവില്ല. കൃത്യമായ എവിഡൻസുകൾ കിട്ടണം. അറിയാതെയാണ് അലക്സിനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെങ്കിലും അയാൾ കുറ്റവാളി തന്നെയാണ്. അയാളെ നിയമത്തിൻ്റെ കനിവിലൂടെ രക്ഷിക്കാൻ തനിക്കാവില്ല. അമരൻ പെട്ടെന്ന് എന്തോ ഉപായം തോന്നിയതുപോലെ ഫാദർ മാത്യൂസുമായി ഫോണിലൂടെ ബന്ധപ്പെട്ടു. ചില മിനിറ്റുകളോളം എന്തൊക്കെയോ സംസാരിച്ചു. ഒരു വണ്ടി അയച്ചു കൊടുത്താൽ ഫാദർ ഇവിടേക്ക് വരാമെന്നേറ്റു. താൻ തന്നെ നേരിൽ ചെല്ലാമെന്ന് പറഞ്ഞിട്ട് SP ഫോൺ വെച്ചു. ഉടൻ തന്നെ അദ്ദേഹം കാറിൽ യാത്രയായി. പള്ളിയിലെത്തുമ്പോൾ 8 മണി കഴിഞ്ഞു. ഫാദർ തയ്യാറായിരിക്കുകയായിരുന്നു. ഒരു ബ്രീഫ് കേസുമായി അദ്ദേഹം വന്ന് കാറിൽ കയറി. മഴക്കോളുണ്ടായിരുന്നു. യാത്രക്കിടയിൽ പല കാര്യങ്ങളും സംസാരിച്ച കൂട്ടത്തിൽ അമരെ തിരക്കി. ഫാദർ, ആലീസിൻ്റെ പ്രേതം കല്ലറ പിളർന്ന് പുറത്തു വന്നതാണെങ്കിൽ എന്തുകൊണ്ട് ദുർമരണം സംഭവിക്കുന്ന ആത്മാക്കളെല്ലാം ഇങ്ങനെ വരുന്നില്ല? അവളോടൊപ്പം മരിച്ച യോഹന്നാൻ്റെയോ മേരിയുടെയോ ആത്മാക്കൾ പോലും ഇങ്ങനെ വന്നില്ലല്ലോ. ഫാദർ മാത്യൂസ് സീറ്റിൽ ഒന്നിളകിയിരുന്നിട്ട് SP നോക്കി പുഞ്ചിരിച്ചു. ചോദ്യം മനസ്സിലായി. പക്ഷേ ഒന്നുണ്ട് സാർ, ദുർമരണം സംഭവിക്കുന്ന ആത്മാക്കളൊക്കെ ഇങ്ങനെ പുറത്തു വരേണ്ടത് തന്നെയാണ്. എന്നാൽ ഇവയിൽ പലതിനും അതിന് കഴിയാതെ വരുന്നു. മരണാന്തര കർമ്മങ്ങളുടെ ശക്തിയാണ് പലതിനെയും തടഞ്ഞു നിർത്തുന്നത്. ഒന്ന് നിർത്തിയിട്ട് ഫാദർ തുടർന്നു.
പിന്നെ കല്ലറ പിളർന്ന് പുറത്തു വന്നാലും എല്ലാ ആത്മാക്കളും ഇങ്ങനെ പ്രതികാരദാഹികളാകുന്നില്ല. ലക്ഷത്തിൽ ഒരെണ്ണമോ മറ്റോ ഇങ്ങനെ ആയിത്തീർന്നേക്കാം. അതും അപൂർവം. കോടിയിൽ ഒന്നെന്ന് പറഞ്ഞാൽ പിന്നെയും ശരിയാണ്. അമരൻ കേട്ടിരുന്നു. അവസാനം തിരക്കി. ഈ രാത്രിയിൽ അലക്സ് പുറത്തു പോകാതിരിക്കാൻ എന്താണ് മാർഗം? അവൾ അവൻ്റെ അടുത്ത് എത്താതിരിക്കണം. അതിന് അവൾക്ക് എതിരെ നമ്മൾ കർത്താവിൻ്റെ തിരുരൂപത്തെ ഉപയോഗിക്കണം. അമരൻ വാച്ച് നോക്കി. സമയം 9 മണി. നമ്മൾ പുറപ്പെട്ട വിവരം അവൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്തും മുമ്പ് അവനുമായി അവൾ കടന്നു കളഞ്ഞിരിക്കും. അത് കേട്ട് അമരനൊന്ന് ഞെട്ടി. പൊടുന്നനെ വണ്ടി ഒന്ന് കുലുങ്ങി. എൻജിൻ ഓഫായല്ലോ. അമരൻ പിറുപിറുത്തു. എത്ര ശ്രമിച്ചിട്ടും പിന്നെ അത് സ്റ്റാർട്ടായില്ല. അമരൻ്റെ നെറ്റി ചുളിഞ്ഞു. കാറിന് യാതൊരു കേടുപാടും കണ്ടെത്താൻ അയാൾക്ക് കഴിഞ്ഞുമില്ല. മഴ ചാറാനും തുടങ്ങി. എന്തു ചെയ്യും ഫാദർ? അദ്ദേഹവും അത് തന്നെയായിരുന്നു ചിന്തിച്ചു കൊണ്ടിരുന്നത്. കാറിന് കുഴപ്പമൊന്നുമില്ലെങ്കിൽ ഇത് ആലീസ് സൃഷ്ടിച്ച ഒരു പ്രതിബന്ധം ആയിക്കൂടെ? അമരൻ വയർലെസ്സിലൂടെ ഓഫീസുമായി ബന്ധപ്പെട്ടു. ഉടനെ ഒരു വാഹനം എത്തിക്കുവാൻ പറഞ്ഞു. മഴയ്ക്ക് ശക്തി കൂടിയപ്പോൾ അവർ സൈഡ് ഗ്ലാസുകൾ ഉയർത്തിവെച്ചു. ഒറ്റപ്പെട്ട തുരുത്തിൽ അകപ്പെട്ട പ്രതീതിയായിരുന്നു അപ്പോൾ അവർക്ക്. സിറ്റി ഹോസ്പിറ്റലിലെ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിൻ്റെ പുറത്ത് അപ്പോൾ SI വിജയനും പോലീസുകാരും കാവലുണ്ടായിരുന്നു. കനത്ത മഴയ്ക്കിടയിലൂടെ ചിറകടിച്ചു വന്ന ഒരു കടവാതിൽ ആശുപത്രിക്ക് പിന്നിൽ നിന്നിരുന്ന ഒരു വൃക്ഷത്തിൽ തൂങ്ങി. അതിൻ്റെ കണ്ണുകളിൽ വന്യമായ ഒരു തിളക്കമുണ്ടായിരുന്നു. സമയം ഇഴഞ്ഞു നീങ്ങി. ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിനോട് ചേർന്നുള്ള ബാത്റൂമിൻ്റെ വെന്റിലേഷനിലൂടെ ഒരു ചുണ്ടലി അകത്തേക്ക് ചാടി. കഥകിനിടയിലൂടെ അത് ICUവിൽ കടന്നു. അലക്സ്! ആ തണുത്ത ശബ്ദം കേൾക്കാൻ കാതോർത്ത് കിടന്നിരുന്ന പോലെ അവൻ ഉണരുകയായി. മഴയിൽ കാത്തു കിടന്നിരുന്ന SP അമരൻ്റെ കാറിനരികിൽ DYSP മുഹമ്മദിൻ്റെ ജീപ്പ് വന്നു നിന്നു. മഴയ്ക്ക് യാതൊരു ശമനവും ഉണ്ടായിരുന്നില്ല. മുഹമ്മദ് ഒരു കുടയുമായി ഇറങ്ങി വന്നു. SPയെയും ഫാദറിനെയും ജീപ്പിൽ കയറ്റി. 2 പോലീസുകാരെ കാർ ഏൽപ്പിച്ച് തിരികെ പോകുമ്പോൾ SP അമരൻ പറഞ്ഞു, മുഹമ്മദേ, കുറച്ച് വേഗത്തിൽ പോകണം. നേരെ സിറ്റി ഹോസ്പിറ്റലിലേക്ക്. സർ. മുഹമ്മദിൻ്റെ കാൽ ആക്സിലേറ്ററിൽ ആഞ്ഞമർന്നു. മഴവെള്ളത്തെ ഇരുവശത്തേക്കും തെറിപ്പിച്ചുകൊണ്ട് അലറിക്കുതിക്കാൻ തുടങ്ങി ജീപ്പ്. ചാരിയിട്ടിരുന്ന വാതിലിൽ ആരോ തള്ളി തുറന്നപ്പോൾ ത്രേസ്യാമ്മ തലതിരിച്ചു നോക്കി. മുന്നിൽ അലക്സ്. അവർ അമ്പരന്ന് പോയി. അലക്സ് അകത്തേക്ക് വന്ന് വാതിലടച്ചു. സന്തോഷം കൊണ്ട് ത്രേസ്യാമ്മയ്ക്ക് കണ്ണീർ വന്നു. ഇനിയൊരിക്കലും തങ്ങൾക്ക് തിരിച്ചു കിട്ടില്ലെന്ന് കരുതിയ മോൻ. തോമസ് ജോൺ ആകട്ടെ ഒന്നും അറിയാതെ കിടക്കയിൽ അബോധാവസ്ഥയിലായിരുന്നു. മദ്യത്തിൻ്റെ ഗന്ധം ആ മുറി മുഴുവൻ നിറഞ്ഞിരുന്നു. അലക്സിൻ്റെ കണ്ണുകൾ തോമസ് ജോണിലേക്ക് തെന്നി വീണു. അവൻ്റെ അണപ്പല്ലുകൾ ഞെരിഞ്ഞമർന്നു. കണ്ണുകളിൽ കനലെരിഞ്ഞു. മോനെ, ത്രേസ്യാമ്മ വിളിച്ചു. നിനക്കിങ്ങനെ എണീറ്റ് നടക്കാമോ? ഡോക്ടർ അതിന് സമ്മതിച്ചോ? അവൻ തല വെട്ടിത്തിരിച്ചു. പിന്നെ പതിയെ പറഞ്ഞു, മമ്മിയെ ഡോക്ടർ വിളിക്കുന്നു. പോയിട്ട് വാ. ഞാനിവിടെ ഇരിക്കാം. ത്രേസ്യാമ്മ പുറത്തേക്കിറങ്ങി. അലക്സ് വാതിലടച്ച് തഴുതിട്ടു. പിന്നെ കനത്ത കാൽവയ്പ്പുകളോടെ ഡാഡിയുടെ അരികിലെത്തി. ഒരു സെക്കൻഡ് അവൻ അയാളെ തന്നെ നോക്കി നിന്നു. കൊല്ല്, കൊല്ല്. കാതുകളിൽ തണുത്ത ശബ്ദം. അവൻ ഞൊടിയിട കൊണ്ട് തോമസ് ജോണിൻ്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ച് മുകളിലേക്ക് ഉയർത്തി. കൊടുങ്കാറ്റിൻ്റെ കരുത്തോടെ വലത് കൈ വീശി ആ മുഖത്ത് ആഞ്ഞടിച്ചു. തോമസ് ജോൺ നിലവിളിക്കാനായിട്ട് വായ തുറന്നപ്പോൾ പുറത്തേക്ക് വന്നത് കൊഴുത്ത ചോരയാണ്. ഉറക്കത്തിൽ നിന്നും ഞെട്ടിയുണരുകയായിരുന്നതിനാൽ തോമസ് ജോൺ ആദ്യമൊന്ന് പകച്ചിരുന്നു. അപ്പോഴാണ് മുഖമടിച്ച് അടിയേറ്റത്. നിലവിളിക്കാൻ ഭാവിച്ചപ്പോൾ വായിൽ നിന്നും ചോര ഒഴുകി. തലയ്ക്കുള്ളിൽ സൗരയൂഥത്തിലെ ഗ്രഹങ്ങൾ വട്ടം ചുറ്റുകയാണെന്ന് അയാൾ അറിഞ്ഞു. അങ്ങനെ അവ്യക്തമായി മകൻ്റെ രൂപം തോമസ് ജോൺ തിരിച്ചറിഞ്ഞു. അതോടെ കഴിച്ചിരുന്ന മദ്യം ആവിയായിപ്പോയി. മോനെ, നിലവിളിച്ച് പോയി അയാൾ. നീ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിൽ കിടന്നിരുന്ന എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ ഉയർത്തെഴുന്നേൽപ്പ് കിട്ടുന്നത് തിന്മയെ തിന്മ കൊണ്ട് എതിർക്കാൻ. ചോരയിലൂടെ നിങ്ങളും സുഹൃത്തുക്കളും ചെയ്തു പോയ തെറ്റുകൾക്ക് ചോര കൊണ്ട് മറുപടി നൽകുവാൻ. മകൻ്റെ വാക്കുകൾ വെടിയുണ്ടകൾ പോലെ തോമസ് ജോണിൻ്റെ കാതുകളിൽ തുളഞ്ഞിറങ്ങി. മോനെ, അയാൾ ബാക്കി പറയുവാൻ അവൻ സമ്മതിച്ചില്ല. വേണ്ട, ഒന്നും പറയണ്ട. അന്ന് കൂട്ടുകാരോടുത്ത് ചെയ്തു പോയ പാപത്തിന് ഇങ്ങനെയൊരു തിരിച്ചടി ഉണ്ടാകുമെന്ന് കരുതിയിരുന്നില്ല അല്ലേ? നീ പറയുന്നത് 30 വർഷങ്ങൾക്ക് മുമ്പുള്ള ആ ചരിത്രം യോഹന്നാനെയും കുടുംബത്തെയും കനത്ത മഴയുള്ള ഒരു രാത്രിയിൽ കൊന്നൊടുക്കിയില്ലേ? ഞെട്ടലോടെ അയാൾ മകനെ നോക്കി. പെട്ടെന്ന് അലക്സ് കൈകൾ നീട്ടി തോമസ് ജോണിൻ്റെ കഴുത്തിൽ പിടുത്തമിട്ടു. അയാൾ കുതറി. പക്ഷേ അവൻ വിട്ടില്ല. ആ കൈകൾക്ക് ആസുരമായ ഒരു കരുത്ത് കൈവന്നിരുന്നു. നിന്റെ ഡാഡിയാണടാ ഞാൻ. അലക്സ് ചിരിച്ചു. നോ, നിങ്ങൾക്ക് എൻ്റെ മനസ്സിലുള്ള സ്ഥാനം ഒരു ക്രിമിനലിൻ്റേതാണ്. ഒരിക്കലും മാപ്പ് അർഹിക്കാത്ത ബാസ്റ്റേർഡ്. അവൻ്റെ കൈ മുറുകിക്കൊണ്ടിരുന്നു. ഇതേ സമയം ഡോക്ടർ ശത്രുഘ്നൻ്റെ ക്യാബിനിലേക്ക് ത്രേസ്യാമ്മ കടന്നു ചെന്നു. ഏതോ പുസ്തകം വായിക്കുകയായിരുന്ന ഡോക്ടർ തലയുയർത്തി. എന്താ? ഞാൻ അലക്സിൻ്റെ മമ്മിയാണ്. എന്തു വേണം? ഡോക്ടറുടെ ചോദ്യം കേട്ട് ത്രേസ്യാമ്മ അമ്പരന്നു. ഡോക്ടർ എന്നെ തിരക്കിയത്? ഞാനോ? ഒരുപക്ഷെ നിങ്ങൾക്ക് ആള് തെറ്റിയിരിക്കും. അല്ല, അലക്സ് പറഞ്ഞതാണല്ലോ. അലക്സോ? ഇത്തവണ അമ്പരുന്നത് ഡോക്ടറാണ്. അതെ. അവനെവിടെ? ഞങ്ങളുടെ റൂമിലുണ്ട്. ഡോക്ടർക്ക് അപകടം മണത്തു. അയാൾ ചാടിയെണീറ്റ് പുറത്തേക്ക് പാഞ്ഞു. ഈ അവസരത്തിൽ എതിരെ വരികയായിരുന്നു SP അമരനും ഫാദർ മാത്യൂസും DYSP മുഹമ്മദും. എന്താ ഡോക്ടർ? അമരൻ തിരക്കി. അലക്സ്? അയാൾ ICUവിലുണ്ട്. പുറത്ത് SI കാവലാണ്. ഇല്ല, നിങ്ങൾ കബളിപ്പിക്കപ്പെട്ടിരിക്കുന്നു.
എന്ന് പറഞ്ഞ് ഡോക്ടർ ഓടിയപ്പോൾ അമരനും മറ്റും അയാളെ അനുഗമിച്ചു. ആ ഓട്ടം അവസാനിച്ചത് അലക്സിനു വേണ്ടി തോമസ് ജോൺ നേരത്തെ തന്നെ എടുത്തിരുന്ന റൂമിലാണ്. അടഞ്ഞുകിടന്നിരുന്ന വാതിൽ ഡോക്ടർ ശത്രുഘ്നൻ തള്ളി തുറന്നു. അകത്തേക്ക് നോക്കിയ SP അമരനും മറ്റും തരിച്ചു നിന്നു. തറയിൽ മലർന്നു കിടക്കുന്ന തോമസ് ജോൺ അയാളുടെ നാവ് പുറത്തേക്ക് നീണ്ടിരുന്നു. കണ്ണുകൾ തുറച്ചിരുന്നു. ഡോക്ടർ അകത്തേക്ക് കയറി തോമസ് ജോണിനെ പരിശോധിച്ചു. മരിച്ചു കഴിഞ്ഞെന്ന് ഉറപ്പുവരുത്തി. നമുക്ക് ഏതായാലും ICUവിൽ കൂടി നോക്കാം, അമരൻ പറഞ്ഞു. അവർ പിന്തിരിയുമ്പോൾ അവിടേക്ക് വന്ന ത്രേസ്യമ്മ മുറിയിലെ കാഴ്ച കണ്ട് അമ്പരന്ന് പോയി. ഒരു നിമിഷം അങ്ങനെ നിന്നിട്ട് അവർ അലറിക്കരഞ്ഞു. തോമസ് ജോൺ എങ്ങനെയാണ് മരിച്ചതെന്ന് അവർക്ക് യാതൊരു അറിവുമില്ലായിരുന്നു. മൃതദേഹത്തിലേക്ക് വീഴുന്നതിനിടയിലും അവരുടെ കണ്ണുകൾ വട്ടം ചുറ്റി. അലക്സ് മോൻ എവിടെ? SPയും ഫാദറും മറ്റും ICUവിലെത്തി. അലക്സിൻ്റെ കിടക്ക ശൂന്യമായിരുന്നു. ഡോക്ടർ ശത്രുഘ്നൻ SPയെ നോക്കി. അപ്പോൾ മറ്റൊരു കാഴ്ച കൂടി കണ്ടു. അതിനുള്ളിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നഴ്സുമാർ മുഴുവൻ മയങ്ങിക്കിടക്കുന്നു. ഡോക്ടർ അവരെ കുലുക്കി വിളിച്ചു. അപ്പോൾ അവർ ഞെട്ടി ഉണരുകയായിരുന്നു. പുറത്തപ്പോഴും മഴ തകർക്കുകയാണ്. SPയും മറ്റും വന്ന പോലീസ് ജീപ്പിനരികിൽ ഒരു പോലീസുകാരുണ്ടായിരുന്നു. കെട്ടിടത്തിന് പിന്നിലൂടെ വന്ന അലക്സ് ജീപ്പിനടുത്തെത്തി. യാതൊരു മടിയും കൂടാതെ ജീപ്പിൻ്റെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി. ആരടാ നീ? പോലീസുകാരൻ അവൻ്റെ നേരെ കുതിച്ചു. അലക്സ് ഒറ്റ ചവിട്ടായിരുന്നു. നെഞ്ചിൽ കുടം കൊണ്ടിടിക്കുന്ന പോലെ തോന്നിയ പോലീസുകാരൻ പിന്നോട്ട് വീണു. അലക്സ് ജീപ്പ് സ്റ്റാർട്ട് ചെയ്തു. വെട്ടിത്തിരിഞ്ഞ് മഴവെള്ളം തെറിപ്പിച്ചുകൊണ്ടത് പാഞ്ഞുപോയി. ഡോക്ടറുടെ ക്യാബിനിൽ ഒന്നിച്ചുകൂടി SP അമരനും ഫാദർ മാത്യൂസും DYSP മുഹമ്മദും എല്ലാം കൂടി അനന്തര നടപടികളെക്കുറിച്ച് ആലോചിച്ചു. അവൻ എവിടെയാണെന്നറിയാതെ നമ്മൾ എന്ത് ചെയ്യും? മുഹമ്മദ് തല പുകച്ചു. മനുഷ്യശക്തിക്ക് അതീതമായ ഒരു ശക്തിയാണ് അവന്. കേൾവി മാത്രമുള്ള ഒരു പ്രേതകഥ നേരിൽ കാണുന്നത് പോലെ. അവൻ പോയിരിക്കുന്നത് ആലീസിൻ്റെ അടുത്ത ശത്രുവിനടുത്തേക്ക്. അതാരാണെന്ന് മാത്രം നമുക്കറിയില്ലല്ലോ. അമരൻ്റെ അഭിപ്രായത്തോട് യോജിച്ചുകൊണ്ട് ഫാദർ കൂട്ടിച്ചേർത്തു. സംശയിക്കാൻ പക്ഷേ ഒരിടമുണ്ട്. എവിടെ? വെണ്ണില മറ്റത്തെ എസ്റ്റേറ്റ്. അമരൻ്റെ കണ്ണുകൾ കുറുകി. ഫാദർ തുടർന്നു. മരണമടഞ്ഞ അവൻ്റെ സുഹൃത്തുക്കളുടെ പിതാക്കന്മാരായിക്കൂടെ അവളുടെ മറ്റു ശത്രുക്കൾ? അലക്സ് സ്വന്തം പിതാവിനെ വധിച്ചതിലൂടെ നമുക്ക് അങ്ങനെ അനുമാനിക്കാം. അത് ശരിയാണെന്ന് അമരന് തോന്നി. അപ്പോഴാണ് പോലീസുകാരൻ ഓടി വന്നത്. സാർ, അമരൻ തലയിളക്കി. ഒരുത്തൻ നമ്മുടെ ജീപ്പുമായി പോയി. എന്നെ ചവിട്ടി വീഴ്ത്തിയാണ് പോയത്. എങ്കിൽ മറ്റൊന്നും ചിന്തിക്കണ്ട, അതവൻ തന്നെ. ഫാദർ എണീറ്റു. പോലീസ് ഉദ്യോഗസ്ഥന്മാരും അമരൻ പെട്ടെന്ന് ഓഫീസിലേക്ക് വിളിച്ചു. സകല റോഡുകളും ബ്ലോക്ക് ചെയ്തിട്ടായാലും പോലീസ് ജീപ്പുമായി വരുന്ന അലക്സിനെ കസ്റ്റഡിയിലെടുക്കാൻ നിർദ്ദേശിച്ചു. നിമിഷങ്ങൾക്കുള്ളിൽ മഴവെള്ളം തെറിപ്പിച്ചുകൊണ്ട് നിരത്തുകളിലൂടെ പോലീസ് വാഹനങ്ങൾ ഇരമ്പിപ്പാഞ്ഞു. നമ്മുടെ പരിപാടി ഇനി എന്താണ്? ഫാദർ അമരനെ നോക്കി. വെണ്ണില മറ്റത്തേക്ക് പോയാലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഞാനും അത് തന്നെ പറയാൻ ഭാവിക്കുകയായിരുന്നു. നിങ്ങളോടൊപ്പം ഞാൻ കൂടി വരുന്നു, ഡോക്ടർ ശത്രുഘ്നൻ പറഞ്ഞു. ഈ പുതിയ അവതാരത്തിൻ്റെ അന്ത്യം എനിക്കും കൂടി കാണണം. ശരി. ഡോക്ടറുടെ കാറിൽ തന്നെയാണ് അവർ വെണ്ണില മറ്റത്തേക്ക് തിരിച്ചത്. അതിനു മുമ്പ് എസ്റ്റേറ്റിലേക്ക് ഫോൺ ചെയ്തൊരു മുന്നറിയിപ്പ് കൊടുക്കാമെന്ന് വിചാരിച്ചെങ്കിലും കഴിഞ്ഞില്ല. മഴയുടെ ശക്തി കൂടുകയല്ലാതെ അല്പം പോലും കുറഞ്ഞിരുന്നില്ല. ഈ ഒറ്റ രാത്രി കൊണ്ട് ലോകം അവസാനിക്കാൻ പോകുകയാണോ? തങ്ങൾ നേരത്തെ ഇങ്ങോട്ട് വന്ന കാർ റോഡിൽ കിടക്കുന്നത് കണ്ട് അമരൻ ഡോക്ടറോട് കാർ നിർത്താൻ പറഞ്ഞു. അമരൻ്റെ കാറിനരികിൽ ആ കാറും നിന്നു. അതിനുള്ളിലിരുന്ന പോലീസുകാർ ഗ്ലാസ് താഴ്ത്തി. ഒരു ജീപ്പ് ഈ വഴി പോയോ? അമരൻ അവരോട് തിരക്കി. ഒരു പോലീസ് ജീപ്പ് നിർത്താതെ പാഞ്ഞുപോയി. എത്ര സമയം കഴിഞ്ഞു? ഇപ്പോഴൊരു 15 മിനിറ്റായി കാണും. ശരി. കാർ വീണ്ടും മുന്നോട്ട് നീങ്ങി. നമ്മൾ അങ്ങ് എത്തും മുമ്പ് അവൻ അവിടെ എന്തെങ്കിലും പ്രവർത്തിച്ചേക്കും. അതുകൊണ്ട് കുറച്ചുകൂടി വേഗത്തിൽ പോകണം ഡോക്ടർ. തന്നെ കൊണ്ട് കഴിയുന്നത്ര വേഗത്തിലായിരുന്നു ഡോക്ടർ കാർ ഓടിച്ചുകൊണ്ടിരുന്നത്. ഒന്നാമത് കനത്ത മഴ, രണ്ടാമത് പരിചയമില്ലാത്ത റോഡ്. ഡോക്ടറുടെ നിർദ്ദേശാനുസരണം കാറിൻ്റെ നിയന്ത്രണം അവരൻ ഏറ്റെടുത്തു. പൊതുജീവൻ കിട്ടിയതുപോലെ കാർ പാഞ്ഞു. വെണ്ണില മറ്റം അബ്ദുൽ ഗഫൂറിൻ്റെ വീട്ടിലുണ്ടായിരുന്നു ആ സമയം രാംശങ്കറും സൈമണും. തുല്യ ദുഃഖിതരായ 3 പിതാക്കന്മാർ. തങ്ങളുടെ മക്കളെ മാത്രം വേട്ടയാടുന്ന കൊലയാളിയെക്കുറിച്ച് അവർക്ക് യാതൊന്നും അറിഞ്ഞുകൂടാ. ഏതോ ഒരു പോലീസുകാരിൽ നിന്നും രാംശങ്കർ അറിഞ്ഞിരുന്നു പോലീസിന് സംശയം അലക്സിനെയാണെന്ന്. എന്നാൽ സിറ്റി ഹോസ്പിറ്റലിൽ ഏത് നിമിഷവും മരണത്തോട് മല്ലടിച്ചു കഴിയുന്ന അലക്സ് അങ്ങനെ ചെയ്യുമെന്ന് അവർക്കാർക്കും വിശ്വാസമില്ല. അതുമാത്രമല്ല, രഘുവരനും നെൽസണും ലത്തീഫും അലക്സുമെല്ലാം ആത്മമിത്രങ്ങളും. ഇപ്പോൾ അവരെ മറ്റൊരു വിവരം കൂടി ഞെട്ടിപ്പിച്ചിരിക്കുന്നു. പകൽ സമയത്ത് തോമസ് ജോൺ അവർക്ക് ഫോൺ ചെയ്തിരുന്നു. SP അമരൻ 30 വർഷങ്ങൾക്ക് പിന്നിലുള്ള ആ കൊലപാതക രഹസ്യം തേടിയിരിക്കുന്നുവെന്ന്. അത് കേട്ടപ്പോൾ തന്നെ അവർ മൂവരും ഞെട്ടിപ്പോയിരുന്നു. ഒരിക്കലും ഓർക്കാൻ ഇഷ്ടപ്പെടാതെ കിടന്നിരുന്ന ഒരു സംഭവമായിരുന്നു അത്. ചോരത്തിളപ്പുള്ള പ്രായത്തിലെ ഒരു കറുത്ത അധ്യായം. ആലീസ് യോഹന്നാൻ. അവളുടെ കല്ലറ തന്നെയാണ് അലക്സ് തകർത്തത്. അറിയാതെയാണെങ്കിലും മനസ്സിലേക്ക് ഭീതിയുടെ ഒരു തീപ്പൊരി പാറി വീഴാൻ അത് മതിയായിരുന്നു. തങ്ങളുടെ മക്കളെ വേട്ടയാടിയ ആ അദൃശ്യനായ കൊലയാളിക്ക് ആലീസിൻ്റെ മുഖമാണോ? ഫോൺ ശബ്ദിച്ചു. ഗഫൂർ അറ്റൻഡ് ചെയ്തു. അപ്പുറത്ത് ത്രേസ്യമ്മയായിരുന്നു. അവിടെ നിന്ന് കേട്ട വാർത്ത അയാളെ നടുക്കി. തോമസ് ജോൺ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു. കൊലയാളി അലക്സ് ആണെന്ന്. അപ്പോൾ അയാളുടെ കയ്യിൽ നിന്നും റിസീവർ വഴുതി. വിവശനായി അയാൾ മറ്റുള്ളവരെ നോക്കി. ആ കൊടും തണുപ്പിലും അബ്ദുൽ ഗഫൂർ വിയർക്കാൻ തുടങ്ങിയിരുന്നു. എന്താ? മറ്റുള്ളവർ തിരക്കി. അയാൾ മറുപടി പറയും മുമ്പ് മഴയത്തുകൂടി പാഞ്ഞു വന്ന ഒരു ജീപ്പ് ആ ബംഗ്ലാവിന് മുന്നിൽ ബ്രേക്കിട്ടു.
തോമസ് ജോണും നമ്മളെ വിട്ടുപോയി, വിറപ്പുണ്ട ശബ്ദത്തിൽ അബ്ദുൽ ഗഫൂർ പറഞ്ഞു. റാം ശങ്കറും സൈമണും നടുങ്ങിപ്പിടഞ്ഞു. ആരാ ഫോൺ ചെയ്തത്? ത്രേസ്യാമ്മ തന്നെയാണ്. നമ്മൾ ഉടനെ അങ്ങോട്ട് ചെല്ലണമെന്ന് അവൾക്കാകെ പേടിയാണെന്ന്. അലക്സ് തന്നെയാ കൊലയാളിയെന്ന്. അവരിൽ അടുത്ത നടുക്കം. അവനിത് എന്തു പറ്റിയതാ ദൈവമേ? സൈമൺ വിലപിച്ചു. നമ്മുടെ കുഞ്ഞുങ്ങൾ അവനോട് എന്ത് ദ്രോഹമാ ചെയ്തത്? അയാൾ പറഞ്ഞു നിർത്തിയതും മഴയിൽ നനഞ്ഞ ഒരു രൂപം അകത്തേക്ക് പാഞ്ഞു കയറി. ഏവരും തല തിരിച്ചു. ആ മനുഷ്യർ പെട്ടെന്ന് വാതിലടച്ച് തഴുതിട്ടു. പിന്നെ അതിൽ ചാരി നിന്നുകൊണ്ട് കത്തുന്ന കണ്ണുകളാൽ അവരെ നോക്കി. അവർക്കും ഇപ്പോഴാണ് ആളിനെ പിടികിട്ടിയത്. അലക്സ്. അവൻ്റെ കാര്യം പറഞ്ഞതേയുള്ളൂ. അപ്പോഴേക്കും ഇവൻ കോമയിലാണെന്ന് ഡോക്ടർ പറഞ്ഞത് കള്ളമോ? അലക്സിൻ്റെ ഒപ്പം തുറന്നു കിടന്നിരുന്ന ജാലകത്തിലൂടെ വന്യമായ കരുത്തോടെ ഒരു കാറ്റും അകത്തേക്ക് അടിച്ചു കയറി വന്നു. എടാ, നീയാണ് ഞങ്ങളുടെ മക്കളെ കൊന്നത് അല്ലേ? വിഷമവും കോപവും ഒക്കെ ഒന്നിച്ചുണ്ടായി അബ്ദുൽ ഗഫൂറിന്. അയാൾ അലക്സിൻ്റെ നേരെ പാഞ്ഞു വന്നു. അലക്സ് അയാളെ തന്നെ ഉറ്റുനോക്കി നിന്നു. അബ്ദുൽ ഗഫൂർ കൈച്ചുരുട്ടി അവൻ്റെ മുഖത്തിടിച്ചു. എൻ്റെ ലത്തീഫിനെ കൊന്നാൽ നിന്നെ ഞാൻ വിടില്ലടാ. അലക്സിൻ്റെ മൂക്ക് ചതഞ്ഞു പോയി. എങ്കിലും അവൻ വേദന അറിഞ്ഞില്ല. റാം ശങ്കറും സൈമണും കൂടി എണീറ്റ് വന്നു കഴിഞ്ഞിരുന്നു. ഇനി നിന്നെ ഞങ്ങൾ വിടില്ലടാ. പോലീസിന് പോലും നിന്നെ ഞങ്ങൾ വിട്ടുകൊടുക്കില്ലടാ. റാം ശങ്കർ അലറിക്കൊണ്ട് അവനെ അടിച്ചു. അടികൊള്ളുമ്പോഴും അവൻ ചിരിച്ചു. അടിച്ചോ അടിച്ചോ, അവസാനത്തെ അടി അടിച്ചോ. എൻ്റെ പപ്പായ്ക്ക് കൂട്ടായി നിങ്ങളെ ഈ നരകത്തിലേക്ക് പറഞ്ഞുവിടാൻ തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത്. ആ ശബ്ദം തന്നെ മരണത്തിൻ്റെതാണെന്ന് അവർക്ക് തോന്നി. നിനക്ക് ഞങ്ങൾ എന്ത് ദ്രോഹമാണ് ചെയ്തത്? പറയാം. അവൻ 3 മുഖങ്ങളിലേക്ക് മാറി മാറി നോക്കിയിട്ട് തുടർന്നു. ദ്രോഹം ചെയ്തത് എനിക്കല്ല. ഒരു പഴയകാല സംഭവം നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഉണ്ടാകുമല്ലോ. ഈ എസ്റ്റേറ്റ് വാങ്ങുന്നതിന് മുമ്പുള്ള സംഭവം. ഒരു യോഹന്നാനെ നിങ്ങൾ മറന്നിരിക്കില്ലല്ലോ. അയാളുടെ ഭാര്യ മേരിയെ മറന്നിട്ടുണ്ടാവില്ലല്ലോ. കുറ്റിക്കാട്ടിലിട്ട് പിച്ചി ചീന്തിയ ആലീസിനെ മറന്നിട്ടുണ്ടാവില്ലല്ലോ. അവർ മൂവരെ മുഖാമുഖം നോക്കി. അന്ന് നിങ്ങൾ 3 പേരെ ജീവനൊടുക്കി. അവർക്ക് അന്ത്യപ്രണാമമായി നിങ്ങൾ 4 പേരുടെയും ഞാൻ ഉൾപ്പെടെയുള്ള 4 ആൺമക്കളുടെയും ജീവൻ നൽകിക്കൊണ്ടുള്ള തുലാഭാരം. അവർ തരിച്ചു നിന്നു. നിങ്ങൾക്ക് കരയണം. തൊള്ള കീറിക്കരയും. ചെയ്തു കൂട്ടിയ പാപങ്ങൾക്ക് അത്രയും ശാന്തി കിട്ടട്ടെ. അവസാനം ഈ കൈകൾ കൊണ്ട് മരണം. അയാൾ ഉറക്കെ ചിരിച്ചു. ബംഗ്ലാവിൻ്റെ ഓരോ മൂലയിലും ആ ശബ്ദം തല്ലി അലച്ചു. അകത്തു നിന്നും അബ്ദുൽ ഗഫൂറിൻ്റെ ബീവിയും ലത്തീഫിൻ്റെ മരണമറിഞ്ഞ് എത്തിയവർ ചിലരും ഓടി വന്നു. മരണ വീട്ടിൽ ഇങ്ങനെ അട്ടഹസിച്ച് ചിരിക്കുന്നതാര്? അലക്സിൻ്റെ കാതുകളിൽ ആലീസ് യോഹന്നാൻ്റെ ശബ്ദം പറന്നു വീണു. കൊല്ല്, പോലീസ് പിന്നാലെയുണ്ട്. ജനൽപാളികൾ കടന്നെത്തിയ കാറ്റിനും ശക്തി കൂടി തുടങ്ങിയിരുന്നു. അത് ആ വിസിറ്റിംഗ് റൂം അപ്പാടെ തകർത്ത് തരിപ്പണമാക്കുമെന്ന് അബ്ദുൽ ഗഫൂറിന് തോന്നി. കാറ്റും ആലീസിൻ്റെ ശബ്ദം ഏറ്റുവിളിക്കുകയാണെന്ന് അലക്സിന് തോന്നി. കൊല്ല്. ഈ സമയത്ത് എസ്റ്റേറ്റ് ഗേറ്റിന് അടുത്തെത്തിക്കഴിഞ്ഞിരുന്നു. SP അമരനും മറ്റും സഞ്ചരിച്ചിരുന്ന കാർ. ഗേറ്റ് അടച്ചിരിക്കുകയായിരുന്നു. കുടയും ചൂടി വാച്ചർ കാറിനടുത്ത് വന്നു. ആരാ? നിന്റെ അമ്മയുടെ മറ്റവൻ. വേഗം ഗേറ്റ് തുറക്ക് കഴിവേറി മോനെ. DYSP മുഹമ്മദ് അലറി. പിന്നീടാണ് കാറിലിരിക്കുന്ന മറ്റുള്ളവരെ കുറിച്ച് അയാൾ ഓർത്തത്. അതോടെ ശബ്ദമടക്കി വാച്ചർ ഗേറ്റ് തുറന്നു. ഒരു പോലീസ് ജീപ്പ് അകത്തേക്ക് പോയോ? അമരൻ തിരക്കി. പോയി സാർ. അബ്ദുൽ ഗഫൂറിൻ്റെ ബംഗ്ലാവിൽ നിലവിളികൾ ഉയർന്നു. കാരണം അപ്പോൾ ഗഫൂറിൻ്റെ കഴുത്തിൽ അലക്സിൻ്റെ കൈകൾ മുറുകിക്കഴിഞ്ഞിരുന്നു. വിടാൻ. മറ്റുള്ളവർ അലക്സിനെ പിടിച്ചുമാറ്റാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. കാറ്റ് കൂടി അലക്സിനെ സഹായിക്കുകയാണെന്ന് അവർക്ക് തോന്നി. ഗഫൂറിൻ്റെ ബീവി ഒരു വെട്ടുകത്തിയുമായി പാഞ്ഞു വന്നു. വിടടാ. അലക്സ് തിരിഞ്ഞു. കാൽ മടക്കി ഒറ്റയിടി. അവർ തറയിൽ കമിഴ്ന്നു വീണു. ഗഫൂറിൻ്റെ കണ്ണുകൾ തുറിച്ചു തുടങ്ങിയിരുന്നു. തൊണ്ട പൊട്ടിത്തകർന്നു. വായിലൂടെയും മൂക്കിലൂടെയും ചോര കിരിഞ്ഞു. അലക്സ് പിടിവിട്ടു. ഒരു വാഴത്തട കണക്കെ ഗഫൂർ തറയിൽ വീണു. ഒന്നും നിലവിളിച്ചത് കൂടിയില്ല. റാം ശങ്കറും സൈമണും ഭയന്ന് പിന്നോക്കം മാറി. പക്ഷേ അവർക്ക് വാതിൽ കടക്കാൻ കഴിഞ്ഞില്ല. റാം ശങ്കർ അലക്സിൻ്റെ കയ്യിൽ കുടുങ്ങി. സൈമണിൻ്റെ ഷർട്ടിലാണ് അലക്സിന് പിടികിട്ടിയത്. അത് കീറിപ്പോയി. സൈമൺ വാതിൽ തുറന്ന് പുറത്തേക്ക് കുതിച്ചു. റാം ശങ്കറെ അപ്പോൾ തറയിലേക്ക് അമർത്തി കഴുത്ത് ഞെരിക്കുകയായിരുന്നു അലക്സ്. ഗഫൂറിൻ്റെ വീട്ടിൽ ഉണ്ടായിരുന്നവരും ഇപ്പോൾ അലക്സിനോട് അടുക്കാൻ ഭയന്നു. അവൻ മരണമാണെന്ന് അവർക്ക് ബോധ്യമായി കഴിഞ്ഞിരുന്നു. 1/2 മിനിറ്റ് പോലും വേണ്ടി വന്നില്ല റാം ശങ്കറുടെ അവസാനത്തെ പിടച്ചിലിന്. ഈ നേരത്ത് തൻ്റെ കാറിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിച്ച സൈമൺ ഞെട്ടിപ്പോയി. കാർ പിന്നോട്ടെടുക്കാനാവില്ല. അവിടെ ജീപ്പ് കിടക്കുകയാണ്. വാതിൽ കടന്ന് പുറത്തേക്ക് കുതിച്ചു വരുന്ന അലക്സിനെ അയാൾ കണ്ടു. അലക്സ് വന്ന കാറിൻ്റെ ഇരുഭാഗത്തെ ഡോർ തുറന്നപ്പോഴേക്കും വലതുഭാഗത്തു കൂടി സൈമൺ പുറത്തു ചാടി ഓടി. പക്ഷേ എതിരെ വന്ന കാറ്റ് അയാളെ തടഞ്ഞു നിർത്തിക്കൊണ്ടിരുന്നു. എങ്കിലും മഴയത്തുകൂടി അയാൾ മുന്നേറാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അലക്സ് തൊട്ടടുത്തെത്തി കൈവീശി ഒറ്റയടി. സൈമൺ താഴെ വീണു. പക്ഷേ അവിടെ നിന്നും ചാടിയണിട്ട് പിന്നെയും ഓടി. എന്നാൽ ഒരു ചെടിയിൽ തട്ടി വീണ്ടും കമിഴ്ന്നു വീണു. കുറ്റിക്കാട്ടിൽ കാൽ തട്ടി മുന്നോട്ട് പറയുന്ന ആലിസിൻ്റെ രൂപം അയാളുടെ മനസ്സിൽ തെളിഞ്ഞു. അകലെ നിന്നൊരു വാഹനത്തിൻ്റെ വെളിച്ചം അടുത്തു വരുന്നത് അലക്സ് കണ്ടു. പോലീസ്. അയാൾ പിറുപിറുത്തു. സൈമൻ്റെ പുറത്ത് അലക്സിൻ്റെ കാൽ ആഞ്ഞമർന്നു. അയാൾ വേദനയോടെ പിടഞ്ഞു. അലക്സ് അയാളെ മലർത്തിയിട്ട് നെഞ്ചിൽ കയറിയിരുന്നു. കൊല്ലരുതേ അലക്സ്. അയാൾ കൈകൂപ്പി യാചിച്ചു. ആയുസ് അവസാനിക്കുകയും മരണം വിധിക്കുകയും ചെയ്തിട്ടുള്ള നിനക്കിനി ജീവിക്കാൻ അർഹതയില്ല. അലക്സിൻ്റെ കൈകൾ അയാളുടെ കഴുത്തിൽ ഒരു വലയം തീർത്തു. സൈമണിൻ്റെ വായ തുറക്കപ്പെട്ടു. അവിടേക്ക് മഴത്തുള്ളികൾ ഇറ്റുവീണു. നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ചോരയുമായി ഇടകലർന്ന് മഴത്തുള്ളികൾ ഒഴുകി.
അകലെ നിന്നും വന്നുകൊണ്ടിരുന്ന പ്രകാശഗോളങ്ങൾ ഗേറ്റ് കടന്നിരുന്നു. അലക്സ് എണീറ്റു. അയാൾക്ക് മുന്നിൽ കാർ ബ്രേക്ക് ഇട്ടു. റിവോൾവറുമായി അമരൻ പുറത്തേക്ക് ചാടി. അലക്സ്, ഡോൺ മൂവ്. അവനത് കേട്ടില്ല. അവൻ്റെ മനസ്സിൽ ആലിസ് യോഹന്നാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നന്ദി അലക്സ്, നന്ദി. ഇനി എനിക്ക് ശാന്തമായി മടങ്ങാം. ഒപ്പം നിന്നെയും ഞാൻ കൊണ്ടുപോവുകയാണ് അങ്ങ് ദൂരേക്ക്. നീ വരുന്നില്ലേ? വരുന്നു, അവൻ മന്ത്രിച്ചു. നമുക്ക് പോകാം. SP അമരൻ അലക്സിൻ്റെ അടുത്ത നീക്കം എന്തെന്നറിയാൻ കാത്തു. ഫാദർ മാത്യൂസ് പെട്ടി തുറന്ന് ഒരു വാഴ്ത്തപ്പെട്ട കുരിശുരൂപം എടുത്തു. എന്നാൽ എല്ലാവരെയും അമ്പരിപ്പിച്ചുകൊണ്ട് അലക്സിൻ്റെ ശരീരം പിന്നോട്ട് വീണു. കഴിഞ്ഞു. ഫാദർ പിറുപിറുത്തു. നമ്മൾ വൈകിപ്പോയി. അവളുടെ ലക്ഷ്യങ്ങളെല്ലാം പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കും. അമരൻ മുന്നോട്ട് നീങ്ങി അലക്സിൻ്റെ അരികിലെത്തി. കാറിൻ്റെ ലൈറ്റുകൾ ഓഫ് ചെയ്തിരുന്നില്ല. അലക്സ് മരിച്ചു എന്ന കാര്യത്തിൽ അമരന് സംശയമേ ഉണ്ടായിരുന്നില്ല. കാലത്തിനതീതമായ ഒരവതാരം. അമരൻ പിറുപിറുത്തു. യുക്തിവാദവും സയൻസും തലയുയർത്തി നിൽക്കുന്ന ഇവിടെ ഒരു ആത്മാവ് കല്ലറ പിളർന്നു വന്നു. ലക്ഷ്യങ്ങൾ പൂർത്തീകരിച്ച് മടങ്ങി. പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? ഇക്കണ്ട കൊലപാതകങ്ങളുടെ ഉത്തരവാദി പ്രേതമാണെന്ന് പറഞ്ഞ് ഫയൽ ക്ലോസ് ചെയ്യുന്നതെങ്ങനെ? അതിനു മാത്രം ഉത്തരം അമരന് കിട്ടിയില്ല. അടുത്ത കഥ സർപ്പക്കാവ്. ചുട്ടുപൊള്ളുന്ന ഉച്ചവെയിൽ നഗരത്തിലെ വാഹനക്കുരുക്കിൽ നിന്നും ഒരു വിധേന രക്ഷപ്പെട്ട് മുന്നോട്ട് കുതിക്കുകയായിരുന്നു ആ ടാക്സിക്കാർ. ഒരിക്കൽ താൻ കണ്ടിട്ടുള്ള നഗരമേയല്ല ഇതെന്ന് അനന്തപത്മനാഭന് തോന്നി. ഒക്കെ മാറിയിരിക്കുന്നു. വർഷങ്ങൾക്ക് പിന്നിൽ ഇവിടെ നിന്നും താൻ പോകുമ്പോൾ റോഡിൽ അങ്ങിങ്ങോ ചില വാഹനങ്ങൾ കണ്ടെങ്കിലായി. ഇന്നോ മഹാനഗരങ്ങളെ അനുസ്മരിപ്പിക്കും വിധത്തിലാണ് ഇവിടുത്തെയും വാഹനത്തിരക്ക്. നീണ്ട 25 വർഷം മുംബൈയിലെ വൃത്തികെട്ട തെരുവിൽ ഒരു കുടുസുമുറിയിൽ ഭാര്യയും കുട്ടികളുമായി ഓർക്കുമ്പോൾ തന്നെ ശ്വാസം മുട്ടുകയാണ്. പിന്നോട്ട് ചാരിയിരുന്ന് പതിയെ കണ്ണുകളടച്ചു. തൊട്ടരികിൽ ഭാര്യയും മകളും. മുൻസീറ്റിൽ ഡ്രൈവറോടൊപ്പമാണ് മകൻ. മകൾക്ക് 15 വയസ്സ്, മകന് 17. കാർ ഗ്രാമപാതയിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. ഭാര്യയും മക്കളുമൊക്കെ പുറത്തേക്ക് നോക്കി അങ്ങനെ ഇരിക്കുകയാണ്. അവരൊക്കെ തൻ്റെ നാട് കാണുന്നത് ആദ്യമായാണല്ലോ. എങ്ങനെ, നാട് കൊള്ളാമോ? അയാൾ ഭാര്യയുടെ തോളിൽ തട്ടി. പ്രിയമത തല തിരിച്ചു. മന്ദഹസിച്ചുകൊണ്ട് തല കുലുക്കി. പ്രായം 45 ആയെങ്കിലും പ്രിയമതയെ കണ്ടാൽ ഇപ്പോഴും 30-ൽ കൂടുതൽ പറയില്ല. രാഹുലിനെയും രജനിയെയും കണ്ടാൽ അവളുടെ മക്കളാണെന്ന് ആരും വിചാരിക്കില്ല. അനന്തപത്മനാഭൻ പുറത്തേക്ക് നോക്കി. ഇനി കഷ്ടിച്ച് 10 കിലോമീറ്റർ വരും തറവാട്ടിലേക്ക്. ഇപ്പോൾ പാതയ്ക്ക് ഇരുവശത്തും നെൽപ്പാടങ്ങളാണ്. പഴുത്ത് പാകമായി നിൽക്കുന്ന നെന്മണികൾ. ഒരു കലുങ്കിന് മുകളിലിരുന്ന് വെയിലിനെ അവഗണിച്ച് കൊച്ചുകുട്ടികൾ ചൂണ്ടയിടുന്നു. അനന്തപത്മനാഭൻ ഓർത്തു, 35 വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെയൊരു തിരിച്ചുവരവ് ഒരിക്കലെങ്കിലും പ്രതീക്ഷിച്ചിരുന്നതാണോ? ഓർക്കുമ്പോൾ ഇപ്പോഴും നടുക്കം തോന്നുന്നു. കാതുകളിൽ പാമ്പിൻ്റെ ഉഗ്രസീൽക്കാരം. പാലച്ചുവട്ടിൽ തുറവളഞ്ഞിരുന്ന മൂർഖൻ പതിയുയർത്തുന്നു. സ്വർണ്ണ നിറമുള്ള മൂർഖൻ. അതിൻ്റെ ചുവന്ന കുഞ്ഞിക്കണ്ണുകളിൽ അഗ്നിയുടെ തിളക്കം. ഒക്കെയും ഇന്നും മനസ്സിലുണ്ട്. തറവാടിന് തെക്കുഭാഗത്തെ സർപ്പക്കാവ്. ആകാശം മുട്ടെ വളർന്നു നിൽക്കുന്ന കൂറ്റൻ വൃക്ഷങ്ങളിൽ സർപ്പങ്ങളെപ്പോലെ ചുറ്റിപ്പിണഞ്ഞു കിടക്കുന്ന വള്ളികൾ. ആകെ കൂടി ഒരു ഭീകരാവസ്ഥ. ദിവസവും വൈകുന്നേരം അതിനുള്ളിലെ ഒരു വലിയ പാറയ്ക്ക് മുന്നിൽ വിളക്കി വയ്ക്കുക പതിവായിരുന്നു. പുറത്തു മാറിയ പെണ്ണുങ്ങൾ 11 കഴിയാതെ ആ ഭാഗത്തേക്ക് ചെല്ലാവൂർ പോലുമില്ല. വിളിച്ചാൽ കേൾക്കാവുന്ന നാഗരാണ് പോലും അവിടെ ഉണ്ടായിരുന്നത്. അച്ഛനും മുത്തച്ഛനുമെല്ലാം വലിയ വിശ്വാസക്കാർ. മേടമാസത്തിലെ ആയില്യനാളിൽ ഗംഭീര സർപ്പപൂജ. 100 പാലും സർപ്പത്തിന് സമർപ്പിക്കുക. ഗ്രാമവാസികൾ മുഴുവൻ ആ ദിവസം വീട്ടിലുണ്ടാവും. ചിതൽപ്പുറ്റുകൾ പിളർന്ന് പാമ്പുകൾ പുറത്തേക്ക് വരുന്നത് പലപ്പോഴും താനും കണ്ടിട്ടുള്ളതാണ്. പക്ഷേ എന്തൊരു വിശ്വാസമില്ലായ്മ. ഈ കാട്ടിക്കൂട്ടുന്നതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നൊരു തോന്നൽ. ബാലനായിരുന്നപ്പോൾ തന്നെ അതെങ്ങനെയോ മനസ്സിൽ അടിയുറച്ചു പോയി. അതുകൊണ്ട് തന്നെ കാവിൽ വിളക്ക് വയ്ക്കാനോ തൊഴാനോ ഒന്നും പോയിട്ടില്ല. മാത്രമല്ല കൂട്ടുകാരെയും കൂട്ടി വന്ന് പലപ്പോഴും പാമ്പുകളെ തല്ലിക്കൊന്നിട്ടുണ്ട്, എറിഞ്ഞോടിച്ചിട്ടുണ്ട്. മണ്ണിരേക്കാൾ ഇത്തിരി കൂടി വലിപ്പമുള്ള സർപ്പക്കുഞ്ഞുങ്ങളെ പ്ലാസ്റ്റിക് കവറുകളിലാക്കി തറവാടിൻ്റെ ഉമ്മർത്ത് കെട്ടിത്തൂക്കിയിട്ടുണ്ട്. പിന്നീട് അവയെ തൊട്ടടുത്തുകൂടി ഒഴുകുന്ന ആറ്റിലേക്ക് എറിഞ്ഞിട്ടുണ്ട്. വിവരമറിഞ്ഞ് അച്ഛനും മുത്തച്ഛനുമൊക്കെ ഒരുപാട് ശകാരിക്കുകയും തല്ലുകയൊക്കെ ചെയ്തിട്ടുണ്ട്. നീ എന്താണ് കാട്ടുന്നതെന്ന് നിനക്കറിയാമോ കുട്ടിയെ? കോപത്തോടെ മുത്തച്ഛൻ അലറും. കയ്യിലിരിക്കുന്ന ചൂരൽ വിറക്കൊള്ളും. താൻ ആ നേരത്തെ നിക്കറിലൂടെ മൂത്രം ഒഴിക്കുകയാവും. സർപ്പങ്ങൾ കോപിച്ചാൽ എന്താണ് ഉണ്ടാവുക എന്നറിയോ നിനക്ക്? ഈ തറവാട്ടിലെ പോലും ഒന്നിനെയും അവറ്റകൾ ബാക്കി വയ്ക്കൂല. തുടയിൽ ചൂരൽ പൊളഞ്ഞു വീഴും. ചന്തിയിൽ തിണർത്ത പാടുകളുണ്ടാവും. പിറ്റേന്ന് തൂറാനിരിക്കുമ്പോൾ ചന്തിയിലെ തൊലി വലിയുന്ന വേദന കൊണ്ട് പിടഞ്ഞു പോകും. ഇത്രയൊക്കെ ആകുമ്പോൾ പാമ്പുകളോട് ദേഷ്യം കൂടിയിട്ടേയുള്ളൂ. കാർ ഒരു ഗട്ടറിൽ ചാടിയപ്പോൾ അനന്തപത്മനാഭൻ ചിന്ത വിട്ടുണർന്നു. ഹായ്! കുട്ടികളുടെ ആഹ്ലാദം നിറഞ്ഞ ശബ്ദം. കൊയ്ത്തു കഴിഞ്ഞ പാടത്ത് എണ്ണിയാലൊടുങ്ങാത്ത വെള്ളക്കൊക്കുകൾ. പാടത്തിൻ വരമ്പിൽ നിന്നൊരു കൊച്ചുകുട്ടി കല്ല് വലിച്ചെറിഞ്ഞപ്പോൾ കൊക്കുകളെല്ലാം കൂടി ഒന്നിച്ച് പറന്നു വരുന്നത് കണ്ടാണ് രാഹുലും രജനിയും ആഹ്ലാദ ശബ്ദം പുറപ്പെടുവിച്ചത്. അയാൾ വീണ്ടും തൻ്റെ ലോകത്തേക്ക് മടങ്ങി. ഭൂതകാലത്തിലേക്ക് മുങ്ങി. ഒരു ശനിയാഴ്ച വീട്ടിലന്ന് താൻ മാത്രം. അച്ഛനും അമ്മയും അഞ്ചത്തിയും മുത്തച്ഛനുമെല്ലാം ഒരു വിവാഹത്തിൽ പങ്കുകൊള്ളാൻ പോയിരിക്കുകയായിരുന്നു. തന്നെയും അവരൊക്കെ നിർബന്ധിച്ചായിരുന്നെങ്കിലും പോയില്ല. അതിന് ചില കാരണങ്ങളുണ്ടായിരുന്നു.
ഒന്നാമത് ആൾക്കാർ എല്ലാവരും കൂടി നിൽക്കുന്നിടത്തേക്ക് ചെല്ലാനുള്ള ഒരു തരം ശങ്ക, പ്രായമായവരുടെ ശാസനകൾ, കിള്ളിയുള്ള ഓരോ ചോദ്യങ്ങൾ, നല്ലവണ്ണം പഠിക്കണം എന്നുള്ള ഉപദേശങ്ങൾ, ഇതൊന്നും തനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഒരിക്കൽ അങ്ങനെയെന്തോ പറഞ്ഞതിന് ബന്ധത്തിൽപ്പെട്ട ഒരു വൃദ്ധൻ്റെ കണ്ണിൽ മണ്ണുവാരി എറിഞ്ഞിട്ട് ഓടുക പോലും ചെയ്തിട്ടുണ്ട്. വിവാഹത്തിന് പോകാതിരുന്നതിൻ്റെ രണ്ടാമത്തെ കാരണം വീട്ടിൽ മറ്റാരും കാണില്ല എന്ന് അറിയാമായിരുന്നതിനാൽ കുറേ കൂട്ടുകാരെ ക്ഷണിച്ചിട്ടുമുണ്ട്. ആറ്റിൽ പോയി ഇഷ്ടം പോലെ നീന്തി കുളിക്കാം. എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ കൂട്ടുകാരെത്തി. 4-5 വാഴപ്പിണ്ടികൾ വെട്ടിമുറിച്ച് കൂട്ടിക്കെട്ടി ചങ്ങാടമുണ്ടാക്കി. അതുമായാണ് ആറ്റിൽ പോയത്. മണിക്കൂറുകൾ നീണ്ട കുളി. തിരികെ വരുമ്പോൾ സർപ്പക്കാവിനുള്ളിൽ എന്തൊക്കെയോ ഞെരിഞ്ഞമരുന്ന ശബ്ദം, ഒപ്പം പാമ്പുകളുടെ സീൽക്കാരം. നിന്നു. കൂട്ടുകാർ മുഖാമുഖം നോക്കി. അവരുടെ മുഖങ്ങളിൽ ഭീതി ഒരു വലയമായി പൊതിഞ്ഞു. താൻ പതിയെ കാവിലേക്ക് കാൽവെച്ചു. വള്ളിപ്പടർപ്പുകളെ വകഞ്ഞു മാറ്റി നോക്കി. തൊണ്ടയിൽ ഒരു നിലവിളി കുരുങ്ങി. 2 ഭയങ്കര പാമ്പുകൾ പരസ്പരം ചുറ്റിപ്പിണയുകയാണവ. കൊച്ചു ചെടികളൊക്കെ അവയ്ക്കടിയിൽ ഞെരിഞ്ഞു പോകുന്നു. ആദ്യമായാണ് ഇങ്ങനൊരു കാഴ്ച കാണുന്നത്. പാമ്പുകൾ മാറാടുമെന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. കൂട്ടുകാരെ കൂട്ടി വിളിച്ചു കാണിച്ചു. കുറേ നേരം അങ്ങനെ നോക്കി നിന്നു. എന്തോ മനസ്സിലൊരു പ്രതികാര ഭാവം ഉണർന്നു. ചുറ്റും നോക്കി. കണ്ണിൽ പരന്നു കൂർത്ത ഒരു കല്ലുടക്കി. ഞൊടിയിടയിൽ അതെടുത്തു. ഒരു കണ്ണടച്ച് പിടിച്ച് ഉന്നം നോക്കി. കൂട്ടുകാർ എതിർക്കും മുമ്പ് എറിഞ്ഞു കഴിഞ്ഞിരുന്നു. ഒരു നിമിഷം വല്ലാത്തൊരു സീൽക്കാരം. ചീറ്റിത്തെറിക്കുന്ന ചോര. 2 പാമ്പുകളിലൊന്ന് തറയിൽ കിടന്ന് പിടയുന്നു. ഒരെണ്ണം എവിടെയോ മറിഞ്ഞു. അധിക നേരം കഴിയും മുമ്പ് പിടഞ്ഞുകൊണ്ടിരുന്ന പാമ്പിൻ്റെ ചലനം നിലച്ചു. ചോര അവിടെ മുഴുവനും ഉണ്ടായിരുന്നു. വല്ലാത്തൊരു ആത്മസംതൃപ്തിയോടെയാണ് കാവിൽ നിന്നിറങ്ങിയത്. കൂട്ടുകാർ പോയി. അതിനു മുമ്പ് അവരെല്ലാം കുറ്റപ്പെടുത്തി, അങ്ങനെ ചെയ്യരുതായിരുന്നുവെന്ന്. പക്ഷേ കുറ്റബോധം തോന്നിയില്ല. ഈ സംഭവം വീട്ടിൽ ആരോടും പറഞ്ഞുമില്ല. വിവാഹം കഴിഞ്ഞെത്തിയവർ ഒന്നും പറഞ്ഞിട്ടുമില്ലല്ലോ. വൈകിട്ട് വയ്ക്കും മുമ്പ് കാവിൽ നിന്നും കാക്കകളുടെ ശബ്ദം കേട്ട് അച്ഛൻ ചെന്ന് നോക്കിയത്. അനന്താ! അച്ഛൻ്റെ അലർച്ച കാവിൽ നൂറായി മുഴങ്ങി. പേടിയോടെയാണ് മുന്നിലേക്ക് ചെന്നത്. ആരാടാ പാമ്പിനെ കൊന്നത്? ശബ്ദിക്കാതെ തലകുനിച്ചു നിന്നു. നീ തറവാട് മുടിച്ചടങ്ങുമോ അല്ലേടാ? ചോദ്യവും അടിയും ഒന്നിച്ചായിരുന്നു. പിന്നോട്ട് വീണുപോയി താൻ. അമ്മ ഓടി വന്ന് താങ്ങി. നിങ്ങളെന്താ ഇവനെ കൊല്ലാനാ പരിപാടി? ചാകട്ടടി. ഇത്തരം അസുരസന്തതികൾ ജീവിച്ചിരിക്കുന്നതിൽ ഭേദം ചാകുന്നത് തന്നെയാ. അമ്മയാണ് തന്നെ കൊണ്ടുപോകുന്നത്. അച്ഛൻ പാമ്പിനെ കുഴിച്ചിടുകയും ചെയ്തു. തനിക്ക് അന്ന് അത്താഴം തന്നു പോകരുതെന്നായിരുന്നു അച്ഛൻ്റെ കൽപ്പന. എന്നിട്ടും ആരുമറിയാതെ അമ്മ ചോറ് വിളമ്പി തന്നു. ആ രാത്രി ഒറ്റയ്ക്ക് ഒരു കട്ടിലിലായിരുന്നു താൻ കിടന്നിരുന്നത്. ആരോ തന്നെ സ്പർശിക്കുന്നതായി തോന്നിയപ്പോൾ ഞെട്ടിയുണർന്നു. തൻ്റെ കാലുകളിൽ ഒരു തണുപ്പ് പോലെ. കണ്ണു തുറക്കുമ്പോൾ ഇരുളിൽ തിളങ്ങുന്ന 2 ചെറിയ കണ്ണുകൾ, ഒപ്പം പാമ്പിൻ്റെ സീൽക്കാരം. അമ്മേ! ഒറ്റ അലർച്ചയായിരുന്നു. പിന്നീട് എന്താ ഉണ്ടായതെന്ന് ഓർമ്മയില്ല. കണ്ണു തുറക്കുമ്പോൾ താൻ മറ്റൊരിടത്തായിരുന്നു, ഒരു വിഷവൈദ്യൻ്റെ വീട്ടിൽ. ഇനി ഭയപ്പെടാനൊന്നുമില്ല. വൈദ്യൻ പറയുന്നത് കേട്ടു. അപ്പോഴും കാര്യങ്ങൾ വ്യക്തമായില്ല. പിന്നീടാണ് അറിഞ്ഞത് താൻ സർപ്പദംശനം ഏറ്റാണ് അവിടെ എത്തിയതെന്ന്. അതോടെ അറിയാതൊരു ഭീതി മനസ്സിനെ വലയം ചെയ്യുകയായി. തിരിച്ചു വീട്ടിലെത്തിയപ്പോൾ മുത്തച്ഛൻ അച്ഛനോട് പറയുന്നതും കേട്ടു. അച്ചുവേ, ഇതുകൊണ്ട് സർപ്പകോപം തീരുമെന്ന് നിരീക്കണ്ട. ആരെങ്കിലും ഒന്ന് വരുത്തി പ്രശ്നം വയ്പ്പിച്ചോളൂ. എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യണം. അങ്ങനെ ചെയ്യാൻ വച്ചാ. അടുത്ത നാൾ നേരം പുലരും മുമ്പ് തന്നെ അച്ഛൻ വീട്ടിൽ നിന്നിറങ്ങി. പ്രഗത്ഭനായ സോമദത്തൻ നമ്പൂതിരിയെ കണ്ട് പ്രശ്നം അവതരിപ്പിച്ചു. അദ്ദേഹം കവടി നിർത്തി ഫലം പറഞ്ഞപ്പോൾ അച്ഛൻ കിടുങ്ങിപ്പോയി. എന്ത് ചെയ്താലും ഫലം ഉണ്ടാവുമെന്ന് തോന്നണില്ല അച്ചുവേ. സർപ്പങ്ങൾ വല്ലാണ്ട് കോപിച്ചിരിക്കുക. ഇനിയും പത്മനാഭനെ സർപ്പം ദംശിക്കുക തന്നെ ചെയ്യും. ശേഷം എന്താവുമെന്ന് ഇപ്പോൾ അങ്ങോട്ട് പ്രവചിക്കുക വയ്യ. അച്ഛൻ വീട്ടിലെത്തി അമ്മയോടും മുത്തച്ഛനോടും വിവരം പറയുന്നത് വാതിലിന് പിന്നിൽ മറഞ്ഞു നിന്നാണ് താൻ കേട്ടത്. എൻ്റെ കുട്ടിയെ രക്ഷിക്കാൻ ഒരു മാർഗവുമില്ലെന്നാണോ എൻ്റെ കാവിൽ ഭഗവതി? അമ്മ കരഞ്ഞുപോയി. തനിക്കും വല്ലാത്ത ഭയം തോന്നി. അതിൽ കൂടുതൽ ദേഷ്യം മുഴുവൻ പാമ്പുകളോടായിരുന്നു. ആ രാത്രി താൻ ഉറങ്ങിയില്ല. എന്തു വേണമെന്ന് ചിന്തിക്കുകയായിരുന്നു. അവസാനം ഒരു തീരുമാനത്തിലെത്തി. മറ്റുള്ളവരുടെ കണ്ണിലെ കരടായി ഇവിടെ നിൽക്കുന്നതിൽ അർത്ഥമില്ല. എങ്ങോട്ടെങ്കിലും പോകണം. എന്നെങ്കിലും മടങ്ങി വരുമ്പോൾ അന്നും ഈ സർപ്പക്കാവ് ഇവിടെയുണ്ടെങ്കിൽ അത് താൻ നിരപ്പാക്കും. എന്നിട്ട് അന്ധവിശ്വാസികൾക്ക് ഒരു കനത്ത മറുപടിയും കൊടുക്കും. നേരം പുലരും മുമ്പ് വീട്ടിൽ നിന്നിറങ്ങി. എങ്ങനെയോ റെയിൽവേ സ്റ്റേഷനിലെത്തി. അമ്മയുടെ സമ്പാദ്യമായ കുറേ രൂപ മോഷ്ടിച്ചെടുത്ത് കയ്യിലുണ്ടായിരുന്നു. ആദ്യം വന്ന ട്രെയിനിൽ കയറി. അപരിചിതമായ ഏതോ നാട്ടിലെത്തി. കയ്യിലെ പണമെല്ലാം തീർന്നു. പൈപ്പ് വെള്ളം കുടിച്ച് കുറേ ദിവസം കഴിഞ്ഞു. പിന്നെ ഒരു പട്ടറുടെ ഹോട്ടലിൽ അടിമപ്പണി. ഒക്കെ സഹിച്ചു. ഒരു നാൾ പട്ടർ അകാരണമായി തന്നെ മർദ്ദിച്ചപ്പോൾ സഹിക്കാൻ കഴിഞ്ഞില്ല. അവസരം പാർത്തിരുന്നു. പട്ടർ മേശയ്ക്കരികിൽ ഇല്ലാതെയിരുന്ന ഒരു സന്ധ്യാനേരത്ത് അന്നത്തെ കളക്ഷനുമായി താൻ മുങ്ങി. ആ യാത്ര അവസാനിച്ചത് മുംബൈയിൽ. പിന്നീട് നീണ്ട വർഷങ്ങൾ അവിടെ തന്നെ. ഇത്രയും കാലം വിവാഹം, കുട്ടികൾ. ഒരിക്കൽ പോലും നാട്ടിൽ പോരണമെന്ന് തോന്നിയിട്ടില്ല. ഇപ്പോഴത്തെ ഈ യാത്ര തന്നെ ഭാര്യയും മക്കളും ഏറെ നിർബന്ധിച്ചതുകൊണ്ട് മാത്രം. ആരൊക്കെ തറവാട്ടിൽ ബാക്കിയുണ്ടാവും? മുത്തച്ഛൻ ഏതായാലും മരിച്ചിരിക്കും. അച്ഛൻ, അമ്മ, അനുജത്തി. ഇനി എങ്ങോട്ടാണ് സാർ? ഡ്രൈവറുടെ ശബ്ദം. അനന്ത പത്മനാഭൻ ഞെട്ടിയുണർന്നു. മുന്നിൽ 2ആയി പിരിയുന്ന വഴി. വലത്തേക്ക്. കാർ അങ്ങോട്ട് തിരിഞ്ഞു. ഇനി ഒരുപാട് പോകണോ ഡാഡി? രാഹുൽ തിരക്കി. വേണ്ട, ദാ ആ വളവ് തിരിഞ്ഞാൽ നമ്മളെത്തി. കഷ്ടിച്ചൊരു മിനിറ്റ്. ആ പടിപ്പുരയ്ക്ക് മുന്നിൽ. ഡ്രൈവറോട് പറഞ്ഞു. കാർ നിന്നു. അനന്ത പത്മനാഭൻ ആദ്യം ഇറങ്ങി. കണ്ണുകൾ ചെന്ന് തറഞ്ഞത് സർപ്പക്കാവിലാണ്. അത് അങ്ങനെ തന്നെയുണ്ടായിരുന്നു. കഥ തുടരും.